ഹായ്, ഇന്ന് ഞാൻ സോഫ്റ്റ് പുട്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ അരി പൊടിച്ചെടുക്കുന്നതിലും പൊടി കുഴച്ചെടുക്കുന്നതിലും പിന്നെ ആവി കയറ്റി എടുക്കുന്നതിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ സോഫ്റ്റ് പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ പേരും പുട്ടുപൊടി കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം വീട്ടിൽ അരി പൊടിച്ചിട്ടാണ് പുട്ടുണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ അരി പൊടിക്കുന്നതും പൊടി വറുത്തെടുക്കുന്നതും ആവി കയറ്റുന്നതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് പൊടി വാങ്ങുന്നവർ പുട്ടുപൊടി വറുത്തെടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: അരി 1 കപ്പ്, ഉപ്പ് പാകത്തിന്, വെള്ളം കുഴയ്ക്കാൻ ആവശ്യത്തിന്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുക്കുക. ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 3-4 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. ഇങ്ങനെ അരിപ്പയിൽ ഒഴിച്ച് വെച്ചിരുന്നാലും കുറച്ച് വെള്ളം അരിയിൽ കാണും. അപ്പോൾ അത് നന്നായിട്ട് വാർന്നു പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് തട്ടി വയ്ക്കുകയാണ്. ന്യൂസ് പേപ്പറിലോട്ട് തട്ടി വയ്ക്കരുത്. അതിലെ ലെഡും കാർബണും ഒക്കെ നമ്മുടെ ശരീരത്തിന് കേടാണ്. അപ്പോൾ ഒന്നി ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുക. കട്ടിയുള്ള ടിഷ്യൂ പേപ്പറാണ് കിച്ചൺ ടിഷ്യൂ പേപ്പർ. അതിൽ തട്ടി വയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങളൊരു തുണിയിൽ തട്ടി വയ്ക്കുക. ഇപ്പോൾ പേപ്പറിൽ വെള്ളം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരിക്കൽ കൂടെ പേപ്പർ മാറ്റുകയാണ്. അപ്പോൾ വെള്ളം നല്ലപോലെ പിടിക്കും. ഇപ്പോൾ വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അരി പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ച് അരി ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പുട്ടിൻ്റെ അരിപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പുട്ടിൻ്റെ അരിപ്പിന് ഹോള് കുറച്ച് വലുതായിരിക്കും അപ്പത്തിൻ്റെ അരിപ്പിനേക്കാളും. ഇപ്പം ഞാൻ അരിക്കുന്നില്ല. ഇനി എല്ലാ അരിയും പൊടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ ബാക്കി വരുന്ന തരികൾ ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പം ഞാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല തരിതരിപ്പുള്ള പൊടികളാണ്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. തീ സിമ്മിനും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിലാണ് ഞാൻ വച്ചേക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തീ കുറച്ച് തന്നെ ഇട്ടയ്ക്കുക. ഇതിൻ്റെ പരുവം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തവിയിൽ കോരി ഇടുമ്പോൾ മണ്ണ് വീഴുന്ന പോലെ വീഴണം. അതുവരെ നമ്മൾ വറുത്തെടുക്കണം. കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോഴും മണ്ണിൻ്റെ തരികൾ തൊടുന്ന പോലെ തോന്നണം. അതുവരെ നമ്മൾ ഈ മാവ് വറുത്തെടുക്കണം. ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കുക പാകമായോന്ന്. അരിപ്പൊടി പാകത്തിന് വറന്ന് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ലൈൻ വരയ്ക്കാൻ പറ്റും. ഇപ്പം കൈകൊണ്ട് ഇടുമ്പോൾ നല്ല മണ്ണ് വീഴുന്ന പോലെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് തട്ടി വയ്ക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോൾ അരിപ്പൊടി തണുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് വെള്ളത്തിലല്ല ചേർക്കുന്നത്. നിങ്ങൾ വെള്ളത്തിലാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർക്കുക. ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളമല്ല, ഇളം ചൂടിൽ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് മാവിലോട്ട് തളിച്ചു കൊടുക്കുക. ഫുള്ള് ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പുട്ടിന് കുഴയ്ക്കുന്ന കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് ഉരുട്ടുമ്പോൾ ഇങ്ങനെ ഉരുളയായിട്ട് വരണം. ഒരു വിരൽ കൊണ്ട് തൊടുമ്പോൾ അത് പൊടിഞ്ഞു പോവുകയും ചെയ്യണം. ആ രീതിയിൽ തന്നെ പുട്ടിന് കുഴച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയാലും പുട്ട് ശരിയായി വരില്ല. അപ്പോൾ ഈ പാകത്തിന് തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് വച്ചേക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പുട്ടുകുറ്റിയിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വലിപ്പമുള്ള പുട്ടുകുറ്റിയാണ്. അപ്പോൾ 1 ഗ്ലാസ് മാവ് ഇതിൽ തന്നെ നിൽക്കും. ഇത് 2 പേർക്കുള്ള പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിത് 3ആയിട്ട് ഭാഗിച്ചാണ് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. ഇനി കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. പ്രസ് ചെയ്ത് മാവ് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ലൂസായിട്ട് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ആവി പുറത്തോട്ട് വരില്ല.
ഇനി ഇത് നമുക്ക് ആവി കയറ്റി എടുക്കാം. എൻ്റെ കയ്യിലുള്ളത് പ്രഷർ കുക്കറിൽ വയ്ക്കുന്ന പുട്ടുകുറ്റിയാണ്. ഇപ്പം പ്രഷർ കുക്കറിൽ നിന്ന് ആവി വന്നു തുടങ്ങി. ഇനി പുട്ടുകുറ്റി വെച്ച് കൊടുക്കുക. ആവി നല്ലതുപോലെ പുറത്തോട്ട് വരുന്നവരെ വേവിക്കുക. ആവി നല്ലപോലെ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല മണവും വരും. അപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി പുട്ട് പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ആവിയൊക്കെ പറക്കുന്ന പുട്ട് റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്, നല്ല മണം വരുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന മാവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 2 മിനിറ്റ് മാവൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ബാക്കി ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ട് പൊടിയേക്കാളും ടേസ്റ്റ് നമ്മൾ വീട്ടിലിങ്ങനെ പൊടിച്ചെടുക്കുന്ന പുട്ടിനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.